ഓക്കെ, നമ്മൾ പവർ ഇലക്ട്രോണിക്സിൻ്റെ നാലാമത്തെ മൊഡ്യൂളായ റെഗുലേറ്റർ പവർ സപ്ലൈ എന്ന മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മുന്നേ നമ്മൾ UPS എന്താണ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ നോക്കി. ഓൺലൈൻ UPS, ഓഫ്ലൈൻ UPS, ലൈൻ ഇൻറ്ററാക്റ്റീവ് UPS എന്ന 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ലീനിയർ പവർ സപ്ലൈ, അതായത് LPS അല്ലെങ്കിൽ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ. രണ്ടും സെയിം ആണ്. അതായത് ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈയും ലീനിയർ പവർ സപ്ലൈയും രണ്ടും സെയിം ആണ്. അതിന് LPS എന്ന് പറയും. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് നമുക്കിവിടെ ഫിഗറിൽ തന്നിട്ടുള്ളത്. ഫിഗറിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? ഒരു AC ഇൻപുട്ടാണ് കിട്ടുന്നത്. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ജസ്റ്റ് ഫിഗർ ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാം. ഫിഗറിൽ നമുക്കൊരു AC ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമറോട് യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്? ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് വരുന്നത്. യൂസ് ചെയ്യുന്നത് അൺകൺട്രോൾഡ് റെക്ടിഫയർ ആണ്, അതായത് ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്, അതായത് കപ്പാസിറ്റർ ടൈപ്പ് ഫിൽറ്ററാണ് വരുന്നത്. പിന്നെ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്ററും ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ DC ഔട്ട്പുട്ട് വോൾട്ടേജ്. അതായത് ലീനിയർ ആയിട്ടുള്ളൊരു പവർ സപ്ലൈ കിട്ടാൻ വേണ്ടിയുള്ള സർക്യൂട്ടാണ്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇൻപുട്ടിൽ നമ്മൾ AC കൊടുത്ത ഔട്ട്പുട്ടിൽ നമുക്ക് DC ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ DC നമുക്ക് കറക്റ്റ് വേരി ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഡയോഡ് ടൈപ്പ് റെക്ടിഫയർ ആണ്. ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റർ ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ വോൾട്ടേജ് റെഗുലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻപുട്ടിലൊരു സൈൻ വേവ് ആണ് നമ്മളിവിടെ കാണിച്ചത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ആണ് പറയുന്നത്. ഇൻപുട്ടിൽ നമുക്ക് എന്താ കൊടുക്കുന്നത്? സൈൻ വേവ് ആണ്. അത് AC ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? സൈൻ വേവ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സൈൻ വേവ് ഇവിടെ കാണിച്ചു. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെക്ടിഫയർ വെച്ച് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. റെക്ടിഫൈഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെക്ടിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി. ആ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്ത്? ഒരു ഫിൽറ്റർ വെച്ചിട്ട് എന്ത് ചെയ്ത്? ഫിൽറ്റേഡ് ഔട്ട്പുട്ടാക്കി അറ്റ് ലാസ്റ്റ് നമുക്ക് തരും ഒരു ലീനിയർ പവർ സപ്ലൈ, ലീനിയർ റെഗുലേറ്റഡ് DC സപ്ലൈ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ 3 സ്റ്റേജാണ് ഇവിടെ കാണിച്ചത്. 3 സ്റ്റേജായിട്ട് എന്ത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇൻപുട്ടിൽ AC സപ്ലൈ കൊടുക്കും. ആ AC സപ്ലൈ എന്ത് ചെയ്യും? ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ച് എന്ത് ചെയ്യും? റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വിത്ത് റിപ്പിൾസിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫിൽറ്റർ റിപ്പിൾസ് ഒക്കെ ഒഴിവാക്കി ഫിൽറ്റേഡ് ഔട്ട്പുട്ടാവും. അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? ഒരു വേരിയബിൾ ഫിൽറ്ററൊന്നും ഇല്ലാതെ റിപ്പിൾസ് ഒന്നും ഇല്ലാത്തൊരു DC ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലീനിയർ പവർ സപ്ലൈ അല്ലെങ്കിൽ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നമ്മളെന്ത് ഈ ഫിഗറിനെ പറ്റി ഈ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം? ഈ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്താ നോക്കാം. ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ റെഗുലേറ്റ്സ് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഡ്രോപ്പിംഗ് എക്സസീവ് വോൾട്ടേജ് ഇൻ എ സീരീസ് ഡിസ്ട്രിബ്യൂട്ടീവ് കോമ്പൗണ്ട്. അത് ലീനിയർ റെഗുലേറ്റർ പവർ സപ്ലൈ എന്താ? റെഗുലേറ്റ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യും. എങ്ങനെ? ബൈ ഡ്രോപ്പിംഗ് എക്സസീവ് വോൾട്ടേജ് ഇൻ എ സീരീസ് ഡിസ്ട്രിബ്യൂട്ടീവ് കോമ്പൗണ്ട്. സീരീസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് കോമ്പൗണ്ടിൽ എക്സസീവ് വോൾട്ടേജ് എടുത്ത് ഔട്ട്പുട്ടുള്ള വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അതായത് ലീനിയർലി റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. അത് ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്തിട്ടുള്ളൂ ചെയ്യുന്നൊരു സർക്യൂട്ടാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഹിയർ നമുക്ക് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. മുന്നേ പറഞ്ഞാൽ നമുക്കൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. വിത്ത് എന്താണ്? ഒരു സർക്യൂട്ട് വിത്ത് റെഗുലേറ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. ഇസ് ടേക്കൺ എസ് എക്സാമ്പിൾ ഓഫ് ലീനിയർ പവർ സപ്ലൈ. അപ്പോൾ നമുക്ക് ഫിഗറിലുള്ള ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. സർക്യൂട്ട് വിത്ത് എന്താണ്? ഒരു വോൾട്ടേജ് റെഗുലേറ്ററാണ്. ഇസ് ടേക്കൺ എസ് എൻ എക്സാമ്പിൾ ഓഫ് ലീനിയർ പവർ സപ്ലൈ ആയിട്ടുള്ള എക്സാമ്പിളായിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമുക്ക് വേറെ കൺസിസ്റ്റ് എന്താണ്? ട്രാൻസ്ഫോമർ ഉണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, അതേപോലെ വോൾട്ടേജ് റെഗുലേറ്ററും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലീനിയർ പവർ സപ്ലൈൻ്റെ ഇത് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിളാക്കി എടുത്താണ് ബ്രിഡ്ജ് റെക്ടിഫയർ അതേപോലെ റെഗുലേറ്ററൊക്കെ എന്തെങ്കിലും ജസ്റ്റ് എക്സാമ്പിളായിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ എന്തൊക്കെ ഉണ്ട്? ഇവിടെ സർക്യൂട്ടിൽ എന്തൊക്കെ ഉള്ളത് പറഞ്ഞാൽ ഒന്ന് ട്രാൻസ്ഫോമർ ഉണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, അതേപോലെ വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ AC ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? സ്റ്റെപ്പ് ഡൗൺ ടു വോൾട്ടേജ്, അതായത് AC ഇൻപുട്ട് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് AC വോൾട്ടേജ് ആണ്. ആ AC വോൾട്ടേജ് എന്ത് ചെയ്യും? സ്റ്റെപ്പ് ഡൗൺ ടു വോൾട്ടേജ് സ്യൂട്ടബിൾ ഫോർ ഡയോഡ് ആണ്. നമുക്കിവിടെ വരുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അത് നമ്മൾ അൺകൺട്രോൾഡ് ഡയോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അൺകൺട്രോൾഡ് റെക്ടിഫയർ ആണ്, അതുകൊണ്ട് ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡയോഡിൽ ആവശ്യമായ വോൾട്ടേജിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ ഇൻപുട്ടിലുള്ള വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതാണ് ഫസ്റ്റ് നടക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ടിൽ AC സപ്ലൈ ആണ്. അപ്പോൾ സിംഗിൾ ഫേസ് AC ആകുമ്പോൾ 230 വോൾട്ട് 50 ഹെർട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത് ഡയോഡാണ്. അപ്പോൾ ഡയോഡിലേക്ക് അത്ര വോൾട്ടേജ് വേണ്ട. അതെന്ത് ചെയ്യും? ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതാണ് ഇവിടെ ഫസ്റ്റ് നടക്കുന്നത്. ഫസ്റ്റ് എന്താണ്? AC ഇൻപുട്ട് വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ
ടു എ വോൾട്ടേജ് സ്യൂട്ടബിൾ ഫോർ ഡയോഡിന് ആവശ്യമായ വോൾട്ടേജ് എന്ത് ചെയ്യും, എ സി ഇൻപുട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. പിന്നെ അടുത്ത എന്താണ്, റെക്ടിഫയർ കൺവേർട്സ് എ സി ടു ഡി സി വോൾട്ടേജ്. റെക്ടിഫയർ എന്ത് ചെയ്യും, എ സിനെ ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട്. സാധാരണ റെക്ടിഫയറിൻ്റെ അൺകൺട്രോൾഡ് റെക്ടിഫയറിൻ്റെ വർക്കിങ്ങിന് എന്ത് ചെയ്യും, അത് എ സിനെ ഡി സി ആക്കി മാറ്റും. അപ്പോൾ എ സി എന്ത് ചെയ്യും, അത് ഡി സി വോൾട്ടേജ് ആക്കി മാറ്റി. അതെന്ത് ചെയ്യും, ആൻഡ് ഈസ് ഫിൽറ്റേഡ് ബൈ യൂസിങ് ഫിൽറ്റർ. അതായത് ആ കിട്ടിയ ഡി സി വോൾട്ടേജ് എന്ത് ചെയ്യും, അത് പിന്നെ നമ്മൾ ഫിൽറ്ററിൽ കോമ്പൗണ്ടിലേക്ക് കൊടുക്കും. അതെന്ത് ചെയ്യും, അതിനെ ഫിൽറ്റർ ചെയ്യും. എന്ത് ഫിൽറ്റർ ആയിരിക്കും ഉണ്ടാവുക, കപ്പാസിറ്റർ ടൈപ്പ് ഫിൽറ്ററാണ് നമ്മളോട് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ റെക്ടിഫയർ എന്ത് ചെയ്ത് എ സിനെ ഡി സി ആയി കൺവേർട്ട് ചെയ്ത് അത് എന്ത് നമ്മൾ ഫിൽറ്റർ എങ്ങനെ കപ്പാസിറ്റർ വെച്ച് അതിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്ത് എന്ത് ചെയ്യും, കപ്പാസിറ്റർ അതിന് നമ്മളടുത്ത് യൂസ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് റെഗുലേറ്ററാണ്. വോൾട്ടേജ് റെഗുലേറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ടു ഒബ്റ്റെയിൻ എ ഡി സി റെഗുലേറ്റർ ഔട്ട്പുട്ട്, ഒരു എന്താണ് ഡി സി റെഗുലേറ്റർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക, സർക്യൂട്ടിന് എക്സും ഇതൊക്കെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഒരു റെഗുലേറ്റർ ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ് കിട്ടും ലാസ്റ്റ്. ഇത് പറയുന്ന സർക്യൂട്ട് എന്താണ്, വളരെ സിമ്പിളാണ്, ബട്ട് വെയിറ്റ് ഈസ് ഹെവി. കാരണം നമുക്ക് വളരെ കപ്പാസിറ്റർ ഉണ്ട്, അത് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഡയോഡ് ഉണ്ട്, വോൾട്ടേജ് റെഗുലേറ്ററൊക്കെ യൂസ് ചെയ്യുന്നത്. സർക്യൂട്ട് വളരെ സിമ്പിളാണ്, പക്ഷേ എന്ത് സർക്യൂട്ട് അത്യാവശ്യം വെയിറ്റ് ഈസ് ഹെവി ആണ്. പിന്നെ ലാർജ് സൈസ്ഡ് ആണ്. പിന്നെ എന്താ പറയുന്നത്, ഓൾസോ ട്രാൻസ്ഫോമർ റെസ്പോൺസ് ഈസ് ഫാസ്റ്റ്. ഓൾസോ ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്താണ്, വളരെ ഫാസ്റ്റാണ്. ഓൾസോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഈസ് ലെസ്. ഇലക്ട്രോ മാഗ്നറ്റിക് അതായത് ഇലക്ട്രോ EMI ഇൻ്റർഫേസ് എന്താണ്, ലെസ്സാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്താണ്, ലെസ്സാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെന്താ LPS അല്ലെങ്കിൽ ലീനിയർ റെഗുലേറ്റർ പവർ സപ്ലൈനെ പറ്റി പറയാനുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്നുകൂടി നമുക്ക് ട്രേസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ലീനിയർ പവർ സപ്ലൈ അല്ലെങ്കിൽ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. അതിനാവശ്യമായ സർക്യൂട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എ സി ഇൻപുട്ടാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്, അൺകൺട്രോൾഡ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നുണ്ട്, ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് നമുക്ക് ഡി സി ഔട്ട്പുട്ട് ഇട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ്, അതായത് ഈ വർക്കിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണ് നമുക്ക് കാണുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ഇൻപുട്ടിൽ എ സി കൊടുത്തു. എ സി എന്ന സൈൻ വേവ് ആയിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ടർ വെച്ചാൽ കൺട്രോൾ റെക്ടിഫയർ വെച്ച് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് നമുക്ക് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കിട്ടി. എന്ത് വിത്ത് റിപ്പിൾസിലൊരു ഔട്ട്പുട്ട് കിട്ടി. ആ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്ത് ഫിൽറ്റേഡ് ഔട്ട്പുട്ട് കിട്ടി. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്ത് അത് വോൾട്ടേജ് റെഗുലേറ്റർ വെച്ചിട്ട് നമ്മൾ ഒരു റെഗുലേറ്റഡ് ഡി സി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ്. ജസ്റ്റ് സിമ്പിളായിട്ട് പറയുന്നത്. ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ഇനി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന എത്രയായിരിക്കും, 230 വോൾട്ട് 50 ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റേജായ റെക്ടിഫയറിലെ ഡയോഡിന് ആവശ്യമായ, അതായത് അൺകൺട്രോൾഡ് റെക്ടിഫയറായ ബ്രിഡ്ജ് റെക്ടിഫയറാണ് യൂസ് ചെയ്തത്. അതിലുള്ള ഡയോഡിന് ആവശ്യമായ വോൾട്ടേജ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇൻപുട്ട് കൊടുത്ത 230 വോൾട്ട് 50 ഹെർട്സിന് എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ആ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത വോൾട്ടേജ് നേരെ നമ്മൾ എന്ത് ചെയ്യും, റെക്ടിഫയറിന് ഇൻപുട്ട് കൊടുക്കും. ആ റെക്ടിഫയർ അതിന് എന്ത് ചെയ്യും, അത് ഡി സി ആയിട്ട്, അതായത് എ സി വോൾട്ടേജ് എന്താവും ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ കിട്ടിയ റെക്ടിഫയർ ഔട്ട്പുട്ട് എന്തായിരിക്കും, വിത്ത് റിപ്പിൾസ് ഉള്ള ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് റിപ്പിൾസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റർ ടൈപ്പ് ഫിൽറ്ററാണ് യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഫിൽറ്റേഡ് ഔട്ട്പുട്ട് കിട്ടും. ആ ഫിൽറ്റേഡ് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൽ കൊടുത്തൊരു റെഗുലേറ്റഡ് ഡി സി ഔട്ട്പുട്ട് ആക്കണം. നമ്മൾ എന്ത് ചെയ്യും, നേരെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കൊടുക്കും. അതായത് എന്ത് ചെയ്യും, നമുക്കൊരു റെഗുലേറ്റഡ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യും, ലാസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് പൊതുവേ എന്താണ്, ഈ സർക്യൂട്ട് വളരെ സിമ്പിളാണ്. പക്ഷേ എന്താണ്, കുറച്ചൊരു ഹെവിയാണ്, വെയിറ്റ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്, റെക്ടിഫയർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. സർക്യൂട്ട് അത്യാവശ്യം സിമ്പിളൊക്കെയാണ്, പക്ഷേ അത്യാവശ്യം ഒരു വെയിറ്റിംഗ് ഹെവി ആയിട്ടാണ് ഉണ്ടാവുക. ഹെവിയാണ്, അതേപോലെ ലാർജ് സൈസാണ്. പിന്നെ ഇതിലെ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് വളരെ ഫാസ്റ്റാണ്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ലെസ്സാണ്. അത് EMI എന്ന് പറയും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിയർ വളരെ കുറവാണ്. അപ്പോൾ എത്രയാണ് നമ്മളെ ലീനിയർ പവർ സപ്ലൈ അല്ലെങ്കിൽ ലീനിയർ റെഗുലേറ്റർ പവർ സപ്ലൈനെ പറ്റി പറയാനുള്ളത്. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് SMPS എന്ന് പറയും. അതായത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറയും. അതായത് SMPS പൊതുവേ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറിലെ ഒരു മെയിനായത് CPUവിൻ്റെ മെയിനായിട്ടുള്ള പാർട്ടാണ് SMPS എന്ന് പറയുന്ന ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് UPS ഡിസ്കസ് ചെയ്തു. UPS ആണ് അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ ആണ്. 3 ടൈപ്പ് ഉണ്ട്: ഓൺലൈൻ UPS, ഓഫ്ലൈൻ UPS, ലൈൻ ഇൻറ്ററാക്റ്റീവ് UPS.
പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LPS, അതായത് ലീനിയർ പവർ സപ്ലൈ അല്ലെങ്കിൽ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ അല്ലെങ്കിൽ SMPS എന്ന് പറയുന്നതാണ് നമ്മളെന്ത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അത് നമുക്കറിയാം എന്താണ് SMPS എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്, അൺറെഗുലേറ്റഡ് DC എന്ത് ചെയ്യും ഇൻറ്റു എ റെഗുലേറ്റഡ് DC ഔട്ട്പുട്ടായി തരും. അതായത് SMPS എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് അൺറെഗുലേറ്റഡ്. അതായത് DC എന്ത് ചെയ്യും ഇൻപുട്ടുള്ള അൺറെഗുലേറ്റഡ് DC എന്ത് ചെയ്യും ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഒരു റെഗുലേറ്റഡ് DC ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് യൂസ് ടു എന്താണ് നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്നതാണത്. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന അൺറെഗുലേറ്റഡായ DC എന്ത് ചെയ്യും കൺവേർട്ട് ചെയ്തിട്ട് നമുക്കൊരു റെഗുലേറ്റഡ് DC ആയിട്ട് തരും. ഇത് അധികം യൂസ് ചെയ്യുന്നത് നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെയാണ്. അപ്പോൾ ഈ ഫിഗർ നമ്മൾ എന്ത് ചെയ്ത് സ്വിച്ച്ഡ് പവർ സപ്ലൈ വിത്ത് നമുക്കവിടെ ഈ ഫിഗർ കാണാം. ഫിഗർ പറഞ്ഞിരിക്കുകയാണ് എന്താണ്, ഫിഗർ ഷോസ് എന്താണ് സ്വിച്ചിങ് പവർ സപ്ലൈ വിത്ത് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇൻ എ സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചത്. അതായത് സ്വിച്ചിങ് പവർ സപ്ലൈ ഉണ്ട്, അതായത് SPS സ്വിച്ചിങ് പവർ സപ്ലൈ ഉണ്ട് വിത്ത് എന്താണ് ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇൻ എ സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രത്തിൽ അയച്ചാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. ബ്ലോക്ക് ഡയഗ്രത്തിൽ എന്തൊക്കെ ഉണ്ട്, ഫസ്റ്റ് നമ്മൾ ഇൻപുട്ടിൽ നമ്മൾ സാധാ പോലെ സിംഗിൾ ഫേസ് AC അല്ലെങ്കിൽ 3 ഫേസ് AC ആണ് 50 Hz കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു EMI ഫിൽറ്റർ ഉണ്ട്. EMI ഫിൽറ്റർ പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിയർ എന്ന് പറയും. അതായത് EMI ഒട്ടും മുമ്പേ നമ്മൾ LPS പറഞ്ഞപ്പം പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജ് ഇതിൽ പറയുന്നത് നമ്മൾ പറഞ്ഞു. EMI എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EMI ഫിൽറ്ററാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റ് ഇൻ്റർഫിയറൻസ് എന്ന് പറയും EMI. അത് കഴിഞ്ഞാൽ നമുക്കെന്ത് റെക്ടിഫയറും കൂടെ ഒരു ഫിൽറ്ററുമുണ്ട്. അത് EMI ഫിൽറ്ററാണുള്ളത്. പിന്നെ അത് റെക്ടിഫയർ പ്ലസ് ഫിൽറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്, ഒരു DC to DC കൺവേർഷൻ വിത്ത് ഐസൊലേഷൻ അല്ലെങ്കിൽ ഇൻവേർട്ടറാണ് പിന്നെ വരുന്നത്. അതായത് DC to DC കൺവേർഷൻ വിത്ത് ഐസൊലേഷൻ അല്ലെങ്കിൽ ഇൻവേർട്ടറാണ് വരുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, റെക്ടിഫയർ പ്ലസ് ഫിൽറ്റർ വരുന്നുണ്ട്, PWM കൺവേർട്ടർ വരുന്നുണ്ട്, ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, സ്വിച്ച്ഡ് ഗെയർ ഡ്രൈവ് സർക്യൂട്ട് വരുന്നുണ്ട്, എറർ ആംപ്ലിഫയർ വരുന്നുണ്ട്, വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജ് വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ SMPS അതായത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഫസ്റ്റ് കളി നമ്മൾ ഇൻപുട്ടുള്ള AC ആണ്. അത് സിംഗിൾ ഫേസ് അല്ലെങ്കിൽ 3 ഫേസ് AC 50 Hz വരും. അത് കഴിഞ്ഞ് നമ്മൾ EMI ഫിൽറ്ററാണ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് എന്ന് പറയും ഫിൽറ്റർ, അതായത് EMI എന്ന് പറയും. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റെക്ടിഫയർ പ്ലസ് ഫിൽറ്ററാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂന്നും കൂടി നമുക്ക് ഔട്ട്പുട്ട് എന്തായി കിട്ടും, ഒരു അൺറെഗുലേറ്റഡ് DC ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇതിൻ്റെ മൂന്ന് അൺറെഗുലേറ്റഡ് DC ഔട്ട്പുട്ടായിട്ട് കിട്ടുക. പിന്നെ ഈ കാണിച്ച ഈ ബോക്സാണ് നമ്മളെന്ത്, അതായത് DC to DC കൺവേർഷൻ വിത്ത് ഐസൊലേഷൻ എന്ന് പറയും. അതായത് DC to DC കൺവേർഷൻ വിത്ത് ഐസൊലേഷൻ അല്ലെങ്കിൽ ഇൻവേർട്ടർ സെക്ഷൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനാണ് നമ്മളെന്ത് ഫീഡ്ബാക്ക് സെക്ഷൻ എന്ന് പറയും. ഫീഡ്ബാക്ക് സെക്ഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു എന്തുണ്ട്, AC ഇൻപുട്ട് കൊടുത്തു, അതിന് നമ്മൾ EMI ഫിൽറ്റർ അതേപോലെ റെക്ടിഫയർ ഫിൽറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്ത് DC അൺറെഗുലേറ്റർ കിട്ടി. അത് നേരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു DC to DC കൺവേർഷൻ വിത്ത് ഐസൊലേഷൻ അല്ലെങ്കിൽ ഇൻവേർട്ടറുള്ള സെക്ഷനിലേക്ക് കൊടുത്തു. അതേപോലെ നമുക്ക് എന്തൊരു ഫീഡ്ബാക്കിൻ്റെ സെക്ഷൻ ഉണ്ട്. അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, DC റെഗുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളെ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന SMPSൻ്റെ എന്താണ് ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചത്. ഇത് നമ്മളെ ഫീഡ്ബാക്ക് സെക്ഷനാണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉണ്ട്. ഇവിടെ അതേപോലെ എന്തുണ്ട്, ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉണ്ട്, ഒരു റെക്ടിഫയറും ഫിൽറ്ററും ഉണ്ട്, സ്വിച്ച്ഡ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് ഉണ്ട്, PWM കൺവേർട്ടർ ഉണ്ട്, എറർ ആംപ്ലിഫയർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്നാണ് നമ്മളെന്ത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈൻ്റെ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ SMPS എന്ന് പറഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നുള്ളത് കൺവേർട്ട് ചെയ്യും. ഇതിനെ നമ്മൾ ഇൻപുട്ട് കൊടുത്ത അൺറെഗുലേറ്റഡ് DC എന്ത് ചെയ്യും ഇൻറ്റു റെഗുലേറ്റഡ് DC ഔട്ട്പുട്ടാക്കി തരും. അതായത് കൺവേർട്ട് എന്ത് ചെയ്യും, അൺറെഗുലേറ്റഡ് DC ആണ്, അത് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള DC എന്ത് ചെയ്യും, അത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് റെഗുലേറ്റഡ് DC ഔട്ട്പുട്ടായി തരും. ഇത് അധികം നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ അവിടേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സെക്ഷനിലാണ്. അത് സ്വിച്ച് നമുക്കറിയാം, SMPS എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എല്ലാവരും കേട്ടൊരു സംഭവമാണ്. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ അത് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അൺറെഗുലേറ്റഡ് DC നമുക്ക് റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇവിടെ നമ്മളെ ഫിഗർ എന്താണ്, സ്വിച്ചിങ് പവർ സപ്ലൈ വിത്ത് എന്താണ്, ഇവിടെ ഫിഗർ നമ്മളെ ഈ കാണിച്ച ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്വിച്ചിങ് പവർ സപ്ലൈ വിത്ത് എന്താണ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ്റെ സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചത്. ഒരു സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചത് എന്തിൻ്റെ, സ്വിച്ചിങ് പവർ സപ്ലൈയും കൂടെ അതിൻ്റെ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ്റെ ഒരു സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചത്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, ഇൻ സ്വിച്ചിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, പവർ സപ്ലൈ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ ഓഫ് അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് DC വോൾട്ടേജ് ഫ്രം വൺ ലെവൽ ടു അനദർ ലെവൽ ഈസ് ഇംപ്ലിമെൻറ്റ് യൂസിങ് DC to DC കൺവേർട്ടർ സർക്യൂട്ട്. അതായത് ഇൻ സ്വിച്ചിങ് പവർ സപ്ലൈയിൽ ഈ ഇതിൽ എന്താണ്, ഇൻ സ്വിച്ചിങ് പവർ സപ്ലൈയിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എന്താണ് DC വോൾട്ടേജ്, അതായത് DC വോൾട്ടേജിന് ട്രാൻസ്ഫോർമേഷൻ എന്തെന്ന് ഫ്രം വൺ ലെവൽ ടു അനദർ ലെവൽ, ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ യൂസിങ് എന്താണ് DC to DC കൺവേർട്ടർ സർക്യൂട്ടാണ്. നമ്മൾ മുന്നേ പറഞ്ഞു എന്താണ്, അൺറെഗുലേറ്റഡ് DCനെ റെഗുലേറ്റഡ് DC ആക്കി മാറ്റുകയാണ് എന്തിൽ, സ്വിച്ചിങ് പവർ സപ്ലൈ എന്ന് പറഞ്ഞ സർക്യൂട്ടിൽ. അതെന്താണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എന്താണ് DC വോൾട്ടേജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ത് ഫ്രം വൺ ലെവൽ ടു അനദർ ലെവൽ, ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക്. ഈസ് ഇംപ്ലിമെൻറ്റഡ് എന്താണ് യൂസിങ് DC to DC കൺവേർട്ടർ സർക്യൂട്ട്. DC to DC കൺവേർട്ടർ സർക്യൂട്ട് യൂസ് ചെയ്ത് DC എന്ത് ചെയ്യാണ്, DC വോൾട്ടേജിനെ ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കുന്നതാണ് സ്വിച്ചിങ് പവർ സപ്ലൈൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മളിവിടെ കാണുന്നത്. അത് ജസ്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് ആണ് എന്ത് ചെയ്യും, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന AC എന്ത് ചെയ്യും, നമ്മളെ അൺകൺട്രോൾഡ് റെക്ടിഫയർ സർക്യൂട്ടിൽ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് വെച്ച്, അതായത് ഡയോഡ് വെച്ച് എന്ത് ചെയ്യുന്നത് DC അൺറെഗുലേറ്റഡ് DC ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ DC എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യുന്ന ഡയോഡ് വെച്ചിട്ടാണ് നമ്മൾ അൺകൺട്രോൾഡ് റെക്ടിഫയർ വെച്ചിട്ടാണ് എന്ത് ചെയ്യും, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ACനെ അത് DC ആക്കി മാറ്റും. അത് കിട്ടുന്നത് എന്തായിരിക്കും, അൺറെഗുലേറ്റഡ് DC ആയിരിക്കും. എന്തെങ്കിലും ഒരു EMI ഫിൽറ്ററൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, അതാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിനെ റെഗുലേറ്റഡ് DC ആക്കണം. അപ്പോൾ അത് നമുക്ക് എന്താ DC to DC കൺവേർഷൻ ഉണ്ട്, വിത്ത് ഐസൊലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻവെർട്ടർ സെക്ഷൻ ഉണ്ട്. അതേപോലെ എന്താ ഒരു ഫീഡ്ബാക്കിൻ്റെ സെക്ഷൻ ഉണ്ട്. അതിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ഒക്കെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്കൊരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉണ്ട്. അതേപോലെ ഉണ്ട് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ നമ്മളത് PWM കൺവേർട്ടർ ഉണ്ട്, എറർ ആംപ്ലിഫയർ ഉള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതേപോലെ അവിടെ നമ്മൾ കൺവേർട്ട് ചെയ്തതിൽ റെക്ടിഫയർ പ്ലസ് ഇൻവെർട്ടർ വേറെ ഫിൽറ്റർ സെക്ഷൻ വേറെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിലൊക്കെ ഒരു എന്ത് ചെയ്ത് നമ്മൾ AC DC ആക്കി, അതായത് അൺറെഗുലേറ്റഡ് DC ആയി കിട്ടിയാൽ എന്ത് ചെയ്യുക, നേരെ നമ്മളൊരു DC to DC കൺവേർഷൻ സെക്ഷനിലേക്കാണ് കൊടുക്കുക. അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്, ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉണ്ട്, അതേപോലെ ഈ PWM ഇൻവെർട്ടർ എന്താണ് ഫീഡ്ബാക്കിൻ്റെ സെക്ഷനുണ്ട്, ഒരു എറർ ആംപ്ലിഫയർ ഉണ്ട്. ഇതിനൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് DC റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത്രയാണ് നമ്മളെ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ വർക്കിംഗ് എന്ത് ചെയ്യുക, നമുക്ക് അടുത്തതിൽ നോക്കാം.